ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അമിതവണ്ണം, അതുപോലെ തന്നെ PCOD, PCOS, കുട്ടികളില്ലാത്തവർ, അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള വേദന, ഇതിനെല്ലാം പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫൈബർ റിച്ച് ആയിട്ടുള്ളതും ജലാംശം കൂടിയതായിട്ടുള്ളൊരു പഴമാണ് നമ്മുടെ പപ്പയ. നമുക്ക് അമിതമായിട്ടുള്ള ആഹാരം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ പപ്പയ കഴിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു കിട്ടും. അതായത് വയറ് നിറഞ്ഞൊരു ഫീല് തരുന്നൊരു പഴമാണ്. നാരുകൾ ധാരാളം ഇതിലുണ്ട്. ശരീരഭാരം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പപ്പയ പതിവായിട്ട് കഴിക്കുന്നതിൽ, അതായത് നമ്മൾ രാത്രി ഭക്ഷണത്തിന് പകരമൊക്കെ പപ്പയ അരിഞ്ഞോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ഫാറ്റ് കൂടുന്നത് തടയും. നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസൊക്കെ പുറന്തള്ളാനായിട്ടും അത് സഹായിക്കും. പലരും പറയാറുണ്ട് ചർമ്മം ഡ്രൈ ആൻഡ് ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ടൊക്കെ പപ്പയ കഴിക്കാം. നമ്മുടെ ലിവർ, കിഡ്നി എന്നിവയൊക്കെ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതിലൂടെ ചർമ്മം നല്ല ഗ്ലോ ആകുന്നതാണ്. ദഹന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് നമ്മുടെ പപ്പയ കഴിക്കുക എന്നുള്ളത്. രാത്രി പപ്പയ ഡയറ്റ് എടുക്കുക. കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വിഷാംശങ്ങളെയൊക്കെ പുറന്തള്ളുകയും കൊഴുപ്പിനെ നീക്കാനും പപ്പയ കഴിക്കുന്നതിലൂടെ സാധിക്കും. നമ്മുടെ ആരോഗ്യം ശരിയല്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. അത് തടയാനായിട്ടും ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് പപ്പയ. പപ്പയയിലുള്ള ബീറ്റാ കരോട്ടിൻ സ്കിൻ സെൽസിനെയൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കും. പപ്പയയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ എന്ന ദഹനരസം ശരീരഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ അലിയിക്കാനും സഹായിക്കും. അപ്പോൾ നമ്മൾ രാത്രിയാണ് പപ്പയ കഴിക്കുന്നതെങ്കിൽ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാലഡോ അങ്ങനെ എന്തെങ്കിലും മാത്രം കഴിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ആ രീതിയിൽ ഡയറ്റ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് വൈറ്റമിൻസിൻ്റെ കുറവുകൾ ഒന്നും ഉണ്ടാവില്ല. പപ്പയ കഴിക്കുമ്പോൾ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ ഇതൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, അയൺ എന്നിവയും നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ ബോഡിക്കുണ്ടാവില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ PCOD പ്രശ്നമുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. കാര്യം പീരീഡ്സ് കറക്റ്റായിട്ട് വരാനായിട്ടും ഓവറായിട്ട് വരുന്നതും ലേറ്റായിട്ട് വരുന്ന പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് പപ്പയ ഫ്രൂട്ട് റെഗുലറായിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. മെൻസ്ട്രൽ പെയിൻ ഉള്ള ആൾക്കാർക്ക് അത് മാറിക്കിട്ടാനും പപ്പയ നമ്മൾ കഴിച്ചു തുടങ്ങുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് പപ്പയ കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. വിരശല്യം അകറ്റാനായിട്ട് വളരെ നല്ലൊരു ഫ്രൂട്ടാണ് പപ്പയ. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തുള്ളതാണ്. പിന്നെ കഴിഞ്ഞ ദിവസം വന്നൊരു ക്വസ്റ്റ്യനാണ്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ് നമ്മുടെ പപ്പയ. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ വിവിധ രോഗങ്ങൾ അകറ്റാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഇമ്മ്യൂണിറ്റി വർദ്ധിക്കണം, പകർച്ചവ്യാധികൾ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പപ്പയ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടായിട്ട് പപ്പയ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങളുണ്ടാകുന്നത് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഹൃദയത്തിനും വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ തീർച്ചയായിട്ടും പപ്പയ കഴിക്കുക. പ്രത്യേകിച്ച് രാത്രിയൊക്കെ പപ്പയ കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. നല്ല ഉറക്കം കിട്ടിയാൽ നമ്മുടെ പിറ്റേ ദിവസം നല്ല ഒരു ദിവസമായിട്ട് മാറും. നമുക്ക് എനർജി കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യാനായിട്ടും പഠിക്കുന്നവർക്കാണെങ്കിൽ പഠിക്കാനും ഒക്കെ സാധിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് പേർക്ക് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ PCOD, PCOS, കുട്ടികളില്ലാത്ത അവസ്ഥ, ഇറഗുലർ പീരീഡ്സ് ഇതെല്ലാം ഉള്ളതാണല്ലേ. കോമൺ ആയിട്ട് ഇപ്പോൾ കാണുന്ന ഒരുപാട് പേർക്ക് അത്തരം പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവ്, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കാൽസ്യം, അയൺ എന്നിവയുടെ കുറവ്, ഇതൊക്കെ മൂലം പലപ്പോഴും വളരെ ശരീരം വീക്കായി പോകുന്ന അവസ്ഥ, നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, തലകറക്കം പോലുള്ള പ്രശ്നങ്ങൾ മൂലം ഒരുപാട് ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം അവരിലേക്കെല്ലാം എത്തിച്ചു കൊടുക്കാം. നമ്മുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നൊരു ഫ്രൂട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും അയച്ചു കൊടുക്കുക. ആ ഒരു രീതിയിൽ സമൂഹത്തിന് ഒരു ചെറിയ ഒരു നന്മ നമ്മളെല്ലാവരും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.